ഹലോ നമസ്കാരം, ഏവർക്കും എൻ്റെയും ഓംകാരം വള്ളത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൊഞ്ച് കറി വെക്കാൻ പോവുകയാണ്. എല്ലാവരും കൂടി അതൊന്ന് വൃത്തിയാക്കി എടുക്കുവാണ്. അപ്പോൾ ഇന്ന് ഓണ സ്പെഷ്യൽ കൊഞ്ച് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടിച്ച് ചതച്ചെടുക്കാം. കാരണം നമ്മുടെ ഷാജിയുടെ മസിലൊക്കെ പിടിച്ചിരുന്ന് ഇടിച്ച് ചതച്ചെടുക്കുവാണ്. അങ്ങനെ കൊഞ്ചെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് വടക്കംപുളി ഇട്ട് വെള്ളം ഒഴിക്കാതെ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുത്തത് ഇതുകൊണ്ടാണ്. നല്ല രീതിയിൽ വെള്ളം അതിലേക്ക് ഊർന്നിറങ്ങിയിട്ടുണ്ട്. കൊഞ്ച് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇച്ചിരി കൂടുതൽ വേണം. എന്നിട്ട് ഈ സവാള നല്ലതുപോലെ വാട്ടിയെടുക്കാം. സവാള വാടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വാടി കിട്ടും. സവാള വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന കൊഞ്ചിൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഫിഷ് മസാല ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി വേവിച്ച് വെച്ചേക്കുന്ന കൊഞ്ച് അതിലേക്ക് തട്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും വിളമ്പി കൊടുക്കാം. അങ്ങനെ ഞങ്ങളുടെ ഓണ സ്പെഷ്യൽ കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട്. വേണ്ട നല്ല അടിപൊളി കൊഞ്ച് കറിയും ചൂട് ചോറും. അങ്ങനെ ഓണ സ്പെഷ്യൽ കൊഞ്ച് കറി എല്ലാവരും ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഏവർക്കും എൻ്റെയും ഓംകാരം വള്ളത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കേ. പറയാൻ പറ്റും. അപ്പുറത്തോളത്